എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയുടെ നന്ദനയുടെ ഒളിച്ചോട്ടവും വിവാഹവും ഒക്കെ. അപ്പോൾ അതിപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിലോട്ട് ഇനി കടക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ ചാനൽ, അച്ഛൻ്റെ ചാനൽ വീഡിയോസ് വരുന്നുണ്ട്, പൊന്നൂസ് വ്ളോഗിൽ പൊന്നൂൻ്റെ ചാനൽ വരുന്നുണ്ട്, നന്ദനയുടെ ചാനൽ വരുന്നത്. ഇപ്പോൾ അവരുടെ ലൈഫ് കാര്യം കഴിഞ്ഞു, അത് നോർമലായി. പക്ഷേ പൊന്നൂസ് വ്ളോഗിൽ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ, പൊന്നൂൻ്റെയും ഷിബിൻ്റെയും ഒരു വീഡിയോ. ഒരു 10-53 മിനിറ്റുള്ള 1 മണിക്കൂറോളം ഉള്ളൊരു വീഡിയോയാണ്. അതിൽ അവർ നടന്ന ആദ്യത്തെ കാര്യം മുതൽ ലാസ്റ്റ് ഘട്ടം വരെയുള്ള കാര്യങ്ങൾ പൊന്നും ഷിബിനും കൂടെ അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഭാഗം അവരെല്ലാം പറഞ്ഞ് അവർ ക്ലിയർ ആക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ ഫാമിലി ഇഷ്യൂ, അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് കിടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പൊന്നു പറഞ്ഞ ഒരു കാര്യം, 1-2 കാര്യങ്ങൾ എനിക്കത് പറയണമെന്ന് തോന്നി, ഇവിടെ വന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അമ്മ പൊന്നു പറയണ്ടായി, നന്ദനയുടെ പയ്യന് കൂടോത്രവും ചാത്തസേവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പയ്യനാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ചിലർക്ക് തോന്നും, അയ്യേ ഈ 21-ാം നൂറ്റാണ്ടിൽ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പൊന്നൂന് അന്ധവിശ്വാസം കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ പൊന്നൂൻ്റെ മനസ്സിൽ പേടി തോന്നിയിട്ടാണ് പൊന്നൂന് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയാം. പക്ഷെ അല്ല, ഇന്നത്തെ കാലത്തും ഈ 21-ാം നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലുള്ള വ്യക്തികൾ തന്നെ ഈ ഇങ്ങനത്തെ കൂടോത്ര പ്രവൃത്തികളും മറ്റൊരാളും നശിക്കാൻ വേണ്ടിയും ചെയ്യുന്ന ആളുകളുണ്ട്. ഈ വളരെ പേഴ്സണലി എനിക്കറിയാവുന്ന പല വ്യക്തികളും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതെനിക്ക് അറിയുകയും ചെയ്യാം. ഞാനതിവിടെ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞാൽ പലർക്കും അത് പൊള്ളും. അതുകൊണ്ട് അതിൻ്റേതായ സമയം വരുമ്പോൾ അത് പറയുന്നതായിരിക്കും. എൻ്റെ അനുഭവം ഞാനത് ഉറപ്പായിട്ട് പറയും, അതായിരിക്കും നല്ലത്. അപ്പോൾ പൊന്നു പറഞ്ഞു, കൂടോത്രം ചാത്തസേവ അവൻ 1000 കൂടോത്രം ചെയ്താൽ അവൻ്റെ കൂടെ ഗുളികനുണ്ടാവുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അത് ഇന്നത്തെ കാലത്തായിരുന്നാലും എന്നത്തെ കാലത്തായിരുന്നാലും കൂടോത്രം എന്ന് പറയുന്ന കാര്യത്തിൽ സത്യമുണ്ട്. കാരണം ഒരുപാട് പേര് ഞങ്ങൾക്കത് വിശ്വാസമില്ല, പക്ഷേ അവരെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവരാരും അറിയാതെ അതിന് പരിഹാരം തേടുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ ലോകത്തും ഉള്ളത്. നമ്മളെ എല്ലാവരോടും എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ അയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്. പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ട് വന്ന് അവരുടെ കുടുംബത്തിലൊരു വേദന വന്ന് അനുഭവിക്കുമ്പോൾ അവർ അണ്ടർഗ്രൗണ്ടിൽ കൂടെ തരയും, ഇങ്ങനെ എന്തെങ്കിലും ഇതിന് പരിഹാരമുണ്ടോ. അപ്പോൾ പൊന്നു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സ്റ്റാറ്റസുകൾ ഇടുന്നതും ഇങ്ങനെ പറയുന്നതും. അപ്പം ഞാൻ അതിൽ എടുത്ത് പറയണ്ടായി, ആദ്യമൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുഞ്ഞന് ഭയങ്കര വിഷമവും വേണ്ടാന്ന് വെക്കാനുള്ള ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇവർ ഒരു ദിവസം കറങ്ങാൻ പോയി എന്ന് പറഞ്ഞു. കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം എന്തു പറ്റി? കുഞ്ഞൻ്റെ സ്വഭാവം പാടെ മാറി. അപ്പം ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയുന്നതാണ്. കുഞ്ഞൻ്റെ സ്വഭാവം മാറി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ കൂടോത്രമുള്ള ആൾക്ക് കൈവശം എന്ന് പറയുന്ന ഒരു പരിപാടിയും നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഫുഡിൽ കഴിക്കാനോ എന്തെങ്കിലും രീതിയിൽ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ ആ മായാലോകത്തായിരിക്കും. അതാണ് പറയുന്നത്. അതിൽ മൊത്തം കമൻസിലുണ്ട്, കുഞ്ഞനേതോ മായാലോകത്താണ്. അപ്പോൾ കുഞ്ഞന് ബോധം ഉണ്ടെങ്കിലല്ലേ കുഞ്ഞൻ ലോകത്ത് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ, ചുറ്റുമുള്ള ആൾക്കാരോട് എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ കൈവശം കൊടുത്ത് വശത്താക്കി കഴിഞ്ഞാൽ അത് കുഞ്ഞൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അങ്ങനെ കൈവശം കൊടുത്ത് നമ്മുടെ വശത്തേക്ക് ആക്കിയിട്ട്, കാരണം അവർ ചുറ്റിക്കുന്ന ഒരു നൂൽപ്പാവ പോലെ മാറ്റിക്കളയും നമ്മളെ. അതാണ് യഥാർത്ഥ കൈവശം. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ആ കുട്ടിക്കും സംഭവിച്ചിട്ടുണ്ട്. അതാണ് ആ കുട്ടി കംപ്ലീറ്റ്ലി ആ വിശ്വസിച്ചങ്ങെടുത്ത് അതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം ഞാനിപ്പോഴും പറയുന്നു, ഇന്നത്തെ കാലഘട്ടത്തിലും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരവർ ജയിക്കണം. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അവൻ ഇനി ജീവിക്കണ്ട, അവനെ തകർക്കണം എന്ന് ചിന്തിച്ച് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ കൂടോത്ര പരിപാടി ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മുടെ
ചുറ്റുവട്ടത്ത് ഉണ്ട്. ലോകത്ത് ഈ കേരളത്തിലും എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്കത് ചെന്ന് എല്ലാ സ്ഥലത്തൊന്നും പോയി പൂട്ടിക്കെട്ടി കേസ് കൊടുത്ത് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നല്ലതിനാണെങ്കിൽ നല്ലത് ചെയ്തോട്ടെ. പക്ഷേ ഈ മറ്റൊരാളെ കൊല്ലാനും അവരുടെ കുടുംബം തകർക്കാനും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന എന്ത് വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് അവർക്ക്. കാരണം ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചു. ഞാൻ പല സമയത്ത് ഞാൻ കണ്ണടച്ചിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ കിടന്നുറങ്ങുന്നു, വെള്ളം വന്ന് വീട്ടിലേക്ക് നിറയുന്നു, നമ്മളിങ്ങനെ സീലിങ്ങിലേക്ക് പൊങ്ങിപ്പോകുന്നു, ആ ഫാനിൽ പിടിച്ച് കിടക്കുന്ന ആ ഒരു അവസ്ഥ എന്നെ കൊണ്ട് അതൊക്കെ കണ്ണടച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്തോ അതിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പം നമ്മളെ മനസ്സ് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു ആ വയനാട് നടന്നത്, ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും ഈ കൂടോത്ര പ്രവൃത്തികളും മറ്റുള്ളവർ നശിക്കാൻ വേണ്ടി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ അവസ്ഥ. അവരിപ്പോൾ ചെയ്യും, അതിനുള്ള ഫലം ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഈ മോശം പ്രവൃത്തികൾ മറ്റൊരാൾ നശിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ നമ്മൾ ചിന്തിക്കുന്നതിലും, അതായത് അവരിപ്പോൾ ചിന്തിക്കില്ല, അവർ ചിന്തിക്കുന്നതിൽ എത്ര ഇരട്ടിയായിരിക്കും. അവർക്ക് അതിൻ്റെ വേദന, യാതന, ഈ മറ്റൊരാളെ ഈ രീതിയിൽ ഇങ്ങനെ കുരുട്ടു ബുദ്ധി വഴി ദ്രോഹിച്ച ആ മറ്റൊരാൾ അനുഭവിച്ച വേദന അതിൻ്റെ ഇരട്ടി തലത്തിൽ അവരനുഭവിക്കും. അവരനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. അത് സത്യമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആരും ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ടു ഫേസ് പറഞ്ഞു തീർക്കുക. ഈ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഈ കൂടോത്ര പരിപാടി ചെയ്യുന്നത് അത്ര നല്ല. നമ്മളെല്ലാ ഖുറാനിലും ബൈബിളിലും ഗീതയിലും എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ തെറ്റുകളിൽ ഒരു തെറ്റാണ് ഈ കൂടോത്രം. മറ്റുള്ളവരെ ഇങ്ങനത്തെ രീതിയിൽ തകർക്കാൻ നോക്കുക. അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ശിക്ഷകളായിരിക്കും. അതിനെപ്പറ്റി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. സത്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നികൃഷ്ടമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊന്നും ആരെയും ദ്രോഹിക്കാതിരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഫേസ് ടു ഫേസ് പറഞ്ഞു തീർക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്ത് ശീലിച്ചവർ ഇങ്ങനെയേ ചെയ്യുള്ളൂ. ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ച് അവരുടെ വേദന കണ്ട് രസിക്കുന്ന വ്യക്തികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ആരെയും പേടിക്കണ്ട. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ദൈവത്തിൽ ഞാൻ പഠിച്ചവനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിലും നമുക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ഒരു ശക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ അവർക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും, ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആവും, അവർ പറഞ്ഞോട്ടെ. നമുക്ക് നമ്മുടെ ദൈവം, അങ്ങനെ എന്തെങ്കിലും നമ്മളെ മനസ്സിൽ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവമുണ്ട്, നമുക്ക് അള്ളാഹുണ്ട്, നമുക്ക് എല്ലാ ദൈവങ്ങളും നമുക്ക് ഒപ്പമുണ്ട്. നമ്മളെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. നമ്മൾ ജയിക്കും. അവർ തോൽക്കുക, അവർ എന്നായിരുന്നാലും തോക്കും. അവരെ താൽക്കാലിക വിജയം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.